പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിൻ്റെ 25-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ 34-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. എല്ലാ മനുഷ്യരും കഷ്ടങ്ങളും രോഗങ്ങളും എതിർപ്പുകളും വെല്ലുവിളികളും നിന്ദകളും പരാജയങ്ങളും അപമാനങ്ങളും പ്രതികൂലങ്ങളും സങ്കടങ്ങളും തുടങ്ങി ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയാൽ മാത്രമേ ഈ ലോകത്തിൽ ജീവിതം പൂർത്തീകരിപ്പാൻ കഴിയൂ. പ്രശ്ന സങ്കീർണമായ അനുഭവങ്ങളിൽ കൂടെയാണ് ഓരോ മനുഷ്യരും മുമ്പോട്ട് ഓരോ ദിനവും പോകുന്നത്. എന്നാൽ ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ കഴിയാതെ വരുന്നത് നിമിത്തം ദിനംതോറും ആയിരക്കണക്കിന് ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. പലരും രോഗികളായി മാറുന്നു. മറ്റു ചിലർ സ്വബോധം നഷ്ടപ്പെട്ട് തെരുവുകളിൽ അലഞ്ഞു തിരിയുന്നു. ഇതെല്ലാം നാം ഈ ലോകത്തിൽ ദിനംതോറും കാണുന്ന കാഴ്ചയാണ്. എന്നാൽ ദൈവമക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നില്ല. ഒരുപക്ഷെ ലോക മനുഷ്യർക്ക് നേരിടുന്നതിലും അധികം പ്രശ്നങ്ങൾ ദൈവമക്കൾക്ക് ഉണ്ടാകുകയും ചെയ്യാം. നാം ഇവിടെ വായിക്കുവാൻ ഇടയായത്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു എന്നാണ്. ഭക്തൻ നേരിട്ട പ്രതിസന്ധികൾ ഇവിടെ എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും കടലിലെ തിരമാലകൾ അവൻ ഒരിക്കലും അവസാനിക്കാത്തതുപോലെ ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ വൻ തിരമാലകൾ പോലെ ചിലപ്പോൾ അവരെ ഗൗരവമേറിയ പ്രതിസന്ധികളും തനിക്ക് നേരിട്ടതായി വന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇങ്ങനെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിലേക്ക് നോക്കി ഭയപ്പെടാതെയും പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയുന്ന വലിയവനായ കർത്താവിങ്കിലേക്ക് നോക്കി ബലപ്പെടുക. സങ്കീർത്തനക്കാരൻ അങ്ങനെ നമ്മെ പ്രബോധിപ്പിക്കുന്നു. വേദപുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഭക്തന്മാരും എണ്ണമറ്റ പ്രശ്നങ്ങളിൽ കൂടെയും പ്രതികൂലങ്ങളിൽ കൂടെയുമാണ് കടന്നു പോയിട്ടുള്ളത്. കോരഹ് പുത്രന്മാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നു വന്ന് പോകുന്നു. യോനാ പ്രവാചകനും യഥാർത്ഥ കടലിൽ തന്നെ വീഴുകയും പ്രശ്നങ്ങളാകുന്ന ഓളങ്ങളും തിരമാലകളും തന്നെ വിഷമിപ്പിച്ചു എന്നും പറഞ്ഞിരിക്കുന്നു. പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നത് പോലെ എപ്പോഴും വൈരികളുടെ ആരവും കലഹവും നേരിടേണ്ടി വന്നവനായിരുന്നു സംഗീതജ്ഞനായ ആസാബ്. ദാവീദിന്റെ ജീവിതത്തിൽ അനുദിനം പ്രശ്നങ്ങൾ പെരുകി വരുന്നതായി തനിക്ക് അനുഭവപ്പെട്ടു. ദാവീദ് പറയുന്നു, യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. തൻ്റെ മനോധൈര്യം പോലും ചോർന്നു പോകുന്നത്ര പ്രശ്നങ്ങളിൽ കൂടെയാണ് ദാവീദ് കടന്നു പോകുവാൻ ഇടയായിട്ടുള്ളത്. ദാവീദ് അങ്ങനെ വിലപിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു ഭക്തൻ തനിക്ക് നേരിട്ട കഷ്ടങ്ങളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ട വന്നു. സുവിശേഷത്തിന് വേണ്ടിയുള്ള വാതിലുകൾ തുറന്നു കിട്ടിയ പൗലോസ് പറയുന്നു, എതിരാളികൾ പലരുണ്ടെന്ന. ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ അനുഭവിക്കുന്ന കഷ്ടതയുടെ നടുവിൽ കൂടെ, വേദനയുടെ നടുവിൽ കൂടെ, രോഗങ്ങളുടെ ബലഹീനതയിൽ കൂടെ, സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ ഭക്തന്മാർ ഇത്തരത്തിൽ
സ്തോത്രം പറയാറുണ്ട്, വിലപിക്കാറുണ്ട്. ചുരുക്കത്തിൽ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകാത്ത ഒരു ഭക്തനും ഈ ഭൂമിയിലില്ല. ശരിയായ ആത്മീയ ജീവിതം നയിച്ചിട്ടുള്ള എല്ലാവരും എണ്ണമറ്റ പ്രശ്നങ്ങളിൽ കൂടെയും പ്രതികൂലങ്ങളിൽ കൂടെയുമാണ് കടന്നു പോയിട്ടുള്ളത് എന്നതിന് സംശയമില്ല. എന്നാൽ ഈ വൻ തിരമാലകൾ അവരെ തകർത്തു കളയുവാൻ ദൈവം അനുവദിക്കുകയില്ല. പ്രിയ ദൈവവേദനയെ, ദൈവജനത്തിനെതിരായി പ്രവാഹങ്ങളും തിരമാലകളും ഉയരുകയും ആക്രോശിക്കുകയും ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് ദൈവം മൗനമായിരിക്കുകയില്ല. ഇയ്യോബിന്റെ കഷ്ടത കണ്ട് ദൈവം മൗനമായിരുന്നില്ല. ദാവീദിന്റെ കഷ്ടത കണ്ട് ദൈവം മൗനമായിരുന്നില്ല. യോസഫിന്റെ കഷ്ടത കണ്ട് ദൈവം മൗനമായിരുന്നില്ല. ഭക്തന്മാരുടെ പ്രതികൂലങ്ങളും കഷ്ടതയും കണ്ട് ദൈവം മൗനമായിരിക്കത്തില്ല. എന്നാൽ തൻ്റെ ഭക്തനാണെങ്കിൽ ഏത് പ്രതികൂലം വന്നാലും വിടുതലുണ്ട്. തൻ്റെ ജനത്തെ ശത്രു തകർത്തു കളയുവാൻ ദൈവം അങ്ങനെ അനുവദിക്കുകയില്ല. ആമേൻ. യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ അവൻ ഒരിക്കൽ സ്തോത്രം 3 രാജ്യങ്ങൾ ഒരുമിച്ച് യുദ്ധം ചെയ്യുവാൻ വന്നു. യഹോശാഫാത്തിനേക്കാൾ ബലമേറിയ സൈന്യം തന്റെ നേരെ വന്നപ്പോൾ ബലവാനായ ദൈവത്തെ ആശ്രയിക്കുവാനിടയായി. ഈ 30,000-ൽ-അധികമുള്ള ആ സൈന്യത്തെ നോക്കാതെ, അല്ലെങ്കിൽ 3 ലക്ഷത്തിലധികമുള്ള സൈന്യത്തെ നോക്കാതെ ആ സൈന്യത്തെക്കാൾ രാജ്യങ്ങളെക്കാൾ ദൈവസന്നിധിയിൽ നോക്കുവാനിടയായി. താൻ ദൈവസന്നിധിയിൽ തൻ്റെ ബലഹീനതകളെ ഏൽപ്പിച്ച് താൻ പ്രാർത്ഥിക്കുവാനിടയായി. എന്നാൽ സ്വർഗത്തിലെ ദൈവം യഹോശാഫാത്തിന് ഒരു വലിയ ജയം നൽകുവാനിടയായി. താൻ സ്തോത്രം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവം തനിക്ക് നൽകുവാനിടയായി. പടകിൽ യാത്ര ചെയ്ത ശിഷ്യന്മാരെ നോക്കൂ, തണ്ട് വലിച്ചു വലഞ്ഞു. തിരകളന്ന് അവരെ തകർത്തു കളയുമെന്നവർ ഭയപ്പെട്ടു. തിരമാലകൾ അവിടെ തലയ്ക്ക് മുകളിൽ പൊങ്ങി താഴുവാനിടയായി. കാറ്റുകൾ ശക്തമായി അടിച്ചു. എന്നാൽ പടകിൽ അവരെ ഹാലേലൂയ പ്രതികൂലത്തെക്കാൾ വലിയവനായ യേശു ആ പടകിലുള്ളതിനാൽ പടക് ശാന്തമായി. സ്തോത്രം. തിരകളെ അടക്കുവാനും കാറ്റിനെ ശാസിക്കുവാനും ഇടയായി. പ്രിയ ദൈവവേദനേ, ഇന്ന് പ്രഭാതത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും നിരാശകളിലും കൂടെ കടന്നു പോകുന്നുവോ, ഏതൊക്കെ സാഹചര്യങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത സാമ്പത്തിക മേഖലയിൽ കൂടെ ഇന്ന് പ്രഭാതം താങ്കൾ കടന്നു പോകുന്നുവോ, കുഞ്ഞെ ഭാരപ്പെടണ്ട. സ്തോത്രം ഹല്ലേലൂയ. കാറ്റിനെ ശാസിച്ച് തിരയെ ശാന്തമാക്കിയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ കുഞ്ഞെ നിന്നോടുകൂടെയുണ്ട്. ശക്തമായ കാറ്റും തിരമാലയും സ്തോത്രം ഹല്ലേലൂയ കണ്ട് നീ ഭയപ്പെടേണ്ട. വലിയവനായ ദൈവം ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം കുഞ്ഞെ നിന്നോടുകൂടെയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഇന്ന് പകൽക്കാലം സ്തോത്രം ഭക്തൻ പാടിയതുപോലെ ഇന്ന് പകൽക്കാലം നമുക്കും പാടുവാൻ കഴിയുമോ? നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. ഒന്നിലധികം സ്തോത്രം പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ അവയെല്ലാറ്റിനും യഹോവ അവനെ വിടുവിക്കുവാനിടയാകും. നീതിമാനാണെങ്കിൽ സ്തോത്രം നിന്റെ പക്ഷത്ത് ന്യായമുണ്ടെങ്കിൽ, പ്രിയ ദൈവപൈതലേ, ഏത് വിഷയത്തിൻ്റെ നടുവിൽ നിന്നും ദൈവം നിന്നെ ഉയർത്തുവാൻ മതിയായവനാണ്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്ന് പകൽക്കാലം നീതിമാന്റെ അനർത്ഥങ്ങൾ എത്ര പെരുകിയാലും അതിൽ നിന്നൊക്കെയും ദൈവം പൂർണ്ണമായും വിടുവിക്കുവാനിടയാകും. നമ്മുടെ പക്കൽ ന്യായമുണ്ടോ? നമ്മുടെ കണ്ണുകളെ ദിവസത്തിലടയ്ക്കാൻ പ്രാർത്ഥിക്കും. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവ്, ഇന്ന് പ്രഭാതം ഈ ശബ്ദം അനേകർക്ക് ആശ്വാസമാക്കി സ്വർഗം മാറ്റണമെന്ന് പ്രാർത്ഥിക്കും. അസംഖ്യമായ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ ദാസിദാസന്മാർ, രോഗബലഹീനതയിൽ കൂടെ കർത്താവേ, ഭവനത്തിനകത്ത് സ്തോത്രം ഹല്ലേലൂയ, ആലയത്തിനകത്ത് ഹല്ലേലൂയ, ആ ജോലി സ്ഥാപനങ്ങളിൽ
ഏതൊക്കെ അവൻ ഇടങ്ങളിൽ തൻ്റെ മക്കൾക്ക് പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അസംഖ്യമായി തീരുന്നുവോ, അഭിഷേകത്തിൻ്റെ നടുവിലെല്ലാം എൻ്റെ സ്വർഗത്തിലെ കരമെന്ന പകൽ വെളിപ്പെട്ട് തൻ്റെ മക്കളെ വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും പകരണം, നീതിയുടെ കരമയക്കണം, അത്ഭുതം ചെയ്യും, മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.